ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അവസാനത്തെ പ്രതീക്ഷയാണ്. ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് ഈ ലിസ്റ്റിൽ വന്ന് ഏകദേശം ഫിസിക്കൽ മെഡിക്കൽ എല്ലാം പാസ്സായിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് വന്ന ലിസ്റ്റിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഇനി ഏകദേശം 90 ദിവസത്തിലധികം മാത്രമേ ഞങ്ങൾ ലിസ്റ്റിന് കാലാവധിയുള്ളൂ. എന്തൊരു ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ ഈ മെഴുകുതി കത്തിച്ചുകൊണ്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഞങ്ങൾക്ക് വേറൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. സർക്കാർ ദൈവത്തെ ഓർത്ത് എന്തെങ്കിലും ചെയ്തു തരണമെന്ന് വളരെ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. വളരെ കൂലിപ്പണിയെടുത്ത് 8 കിലോയുടെ ചിപ്പർ കുത്തിപ്പിടിച്ച് പണിയെടുക്കുന്ന ആളാണ് ഞാൻ. ഞങ്ങൾക്ക് ലിസ്റ്റിൽ വന്നതെന്ന് വെച്ചാൽ ജോലിയോടുള്ള അതിയായ ആഗ്രഹം കൊണ്ടും ഈ രാജ്യത്തിന് വേണ്ടി നാടിന് വേണ്ടി സ്നേഹനം അനുഷ്ഠിക്കണം എന്നുള്ള വളരെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സർക്കാർ ഇത് വളരെയധികം കാണണം, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. വെളിയിൽ നിൽക്കുന്നത് 10,000-ലധികം ഉദ്യോഗാർത്ഥികളാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ വെളിയിൽ നിൽക്കുന്നത്. 2021 PSC ചെയർമാൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ അന്നത്തെ മന്ത്രിസഭയിലെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുതൽ, അതായത് അതിനു മുമ്പത്തെ പല റാങ്ക് ലിസ്റ്റുകളിലും സെക്രട്ടറി ഫ്രണ്ടിൽ സമരം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ PSCയുടെ ഭാഗത്തു നിന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഉണ്ടായി. അതായത് ഇനി മുതൽ റാങ്ക് ലിസ്റ്റുകൾ ഇടുന്നത് വേക്കൻസികൾക്ക് അനുസരിച്ച് മാത്രമായിരിക്കും എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു റാങ്ക് ലിസ്റ്റാണ് നമ്മുടെ ഈ CPO റാങ്ക് ലിസ്റ്റ്. എന്നാൽ അതിൽ നിന്നും ഈ 9 മാസം പിന്നിടുന്ന ഈ ഒരു സാഹചര്യത്തിലും വെറും 25% നിയമനം നടന്നിട്ടില്ല. 25% താഴെ മാത്രമാണ് നിയമനങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയും 10,000-ലധികം ഉദ്യോഗാർത്ഥികൾ വെളിയിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വേക്കൻസികൾക്കനുസരിച്ച് മാത്രമാണ് റാങ്ക് ലിസ്റ്റ് ഇടുന്നതെങ്കിൽ ഇനിയും കേരള പോലീസിൽ നികത്താനായിട്ട് 10,000-ലധികം ഒഴിവുകളുണ്ട് എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും.